അപ്പോൾ RSSന് ഒരിക്കലും ഗാന്ധി വധത്തിൽ നിന്ന് കൈകഴുകാൻ സാധ്യമല്ല. ഗോഡ്സെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഗോഡ്സെ ഹിന്ദു മഹാജനസഭയുടെയും RSSൻ്റെയും ആക്ടിവിസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. ഗോഡ്സെ ഗാന്ധിയെ വധിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള രേഖകൾ വന്നിട്ടുണ്ട്. ഒരു ഹിന്ദു മതഭ്രാന്തൻ ഗാന്ധിയെ കൊന്നു എന്ന് പറയുന്നതിനേക്കാളും കറക്റ്റ് ഒരു സവർണ മതഭ്രാന്തൻ ഗാന്ധിയെ കൊന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റ് എന്നുള്ളത്. ഗാന്ധിക്കെതിരെ നമുക്ക് തർക്കിക്കാം. ഇപ്പം ഗാന്ധിക്കെതിരെയൊക്കെ അംബേദ്കർ തർക്കിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗാന്ധിയുടെ കാസ്റ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പം ഇവിടെയുള്ള ബ്രാഹ്മണ കുലം ബാക്കിയുള്ളവരെ കൊന്നൊടുക്കാൻ തക്ക മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരെന്ന് തന്നെയാണ് ഗാന്ധി അവിടെ പറയുന്നത്. ഹേ റാം എന്ന് മരണത്തിൽ പോലും വിളിക്കുന്ന ഒരാൾ രാമരാജ്യത്തിനെ കുറിച്ച് നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ദിവസം ഗാന്ധി എവിടെ എന്ന് ചോദിച്ചാൽ ഗാന്ധി നവഖലിയിലാണ്. അവിടെയുള്ള ഹിന്ദു മുസ്ലിം റയട്ടിനെ നിർത്താൻ വേണ്ടി അവിടെ ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. ഈ സ്ത്രീകൾ പലപ്പോഴും അടുക്കളയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാതയിലേക്ക് വരുന്നത്, പബ്ലിക് സ്പേസിലേക്ക് വരുന്നത് ഗാന്ധിയുടെ കോളിന് കേട്ടുകൊണ്ടാണെന്ന് സുമിത് സർക്കാർ പോലെയുള്ള ചരിത്രകാർ വാദിച്ചിട്ടുണ്ട്. ഹിംസാത്മകത ഡെമോക്രസിക്കെതിരാണ്. കാരണം ഹിംസാത്മകത എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് രാജഭരണത്തെയാണ്. അപ്പം ഗാന്ധിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇന്ത്യയെ പറയാൻ പറ്റുമോ എന്നുള്ളത് ആസ് എ ഹിസ്റ്റോറിയൻ എനിക്ക് തോന്നുന്ന അസംഭവ്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഗാന്ധിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം അദ്ദേഹം എന്തിന് മരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം എന്നുള്ള ഒരു വ്യക്തിയെക്കാളും അദ്ദേഹം എന്നുള്ള ഒരു ആശയമുണ്ടല്ലോ, അദ്ദേഹം എന്തിനാണ് നിലനിന്നിരുന്നത്, ആ ആശയത്തെ കൊല്ലാൻ തന്നെയാണ് നാഥുറാം ഗോഡ്സെ ശ്രമിച്ചത്. പക്ഷെ ആ ആശയം എത്രയോ മടങ്ങ് അധികമായി ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർട്ടിർഡത്തോടെ സംഭവിച്ചത്. പക്ഷെ നമ്മൾ ഇന്ന് ഇന്ത്യ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തിൽ ഗാന്ധിയെ ഓർക്കണം എന്നുള്ളതൊരു അത്യന്താപേക്ഷികമായ കാര്യമായി മാറിയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഒരു ചരിത്രകാരിയായിട്ടിരിക്കെ ഒരു ദളിത് സ്ത്രീയായിട്ട്, ഒരു ബഹുജൻ സ്ത്രീയായിട്ട് ഇന്ത്യയിൽ ജീവിക്കുമ്പം ഗാന്ധിയുടെ മരണം എന്നെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം മരിച്ചത് ഹേ റാം എന്ന് 2 പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് നീസായിട്ടുള്ള മനൂബെന്നിൻ്റെ ഓർമ്മകളിൽ എഴുതിയിട്ടുണ്ട്. ഹേ റാം എന്ന് മരണത്തിൽ പോലും വിളിക്കുന്ന ഒരാൾ രാമരാജ്യത്തിനെ കുറിച്ച് നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ രാമരാജ്യം ഓഫ് കോഴ്സ് ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്ന രാമരാജ്യത്തെ പോലെയുള്ള ഒരു ഐഡിയ അല്ലായിരുന്നു. എന്നാലും രാമനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നയാൾ, രാമരാജ്യത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ അദ്ദേഹത്തിനെ പോലും വധിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവന് പോലും വില കൊടുക്കാതിരുന്ന ഒരു ആശയ സംഹിതയുടെ ഒരു വളരെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ്റെ കാലത്താണ് ജീവിക്കുന്നതെന്നുള്ളത് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ എത്ര രാമനെക്കുറിച്ച് പറഞ്ഞാലും മേ ബി നമ്മൾ സെക്യുലറിസത്തിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ, നമ്മൾ ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിരന്തരമായി പോരാടുന്നതെങ്കിൽ, നമ്മൾ നിരന്തരമായി അസ്പൃശ്യതയ്ക്കെതിരെ, കാസ്റ്റിനെതിരെ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ യാതൊരു വിധത്തിലുള്ള മടിയും കാണിക്കുകയില്ല എന്നുള്ളതിനൊരു പ്രൂഫും എവിഡൻസും കൂടെയാണ് ഗാന്ധിവധമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗാന്ധിജിയുടെ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മടങ്ങി വന്ന ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ഇപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം പോലെ, ഖേദ സത്യാഗ്രഹം പോലെ ഉള്ള ആദ്യം കുറച്ച് മൈനർ സ്ട്രഗിൾസിൽ ഇദ്ദേഹം മിൽ വർക്കേഴ്സിൻ്റെ കാര്യത്തിലും ഇൻഡിഗോ പ്ലാന്റേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഗാന്ധി 1930s സമയം കഴിയുമ്പോഴത്തേക്ക് ഗാന്ധിയുടെ ഒരു ശ്രദ്ധ ഗാന്ധി തിരിക്കുന്നത്
പിന്നെ സോഷ്യൽ റിഫോമിലേക്കാണ്, സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്കാണ് ഗാന്ധിയുടെ ശ്രദ്ധ തിരിക്കുന്നത്. ഇതൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഫേസാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ തന്നെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിനെ ബാക്കിയുള്ള വേൾഡിൽ ഇപ്പം സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്, എന്താണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ട്, ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നുണ്ട്, റഷ്യൻ വിപ്ലവം വരെ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ആൾക്കാർ അവിടെയുള്ള പൊളിറ്റിക്കൽ ഭരണാധികാരികളെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. ഇപ്പോൾ അമേരിക്കയുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് അവരുടെ ബ്രിട്ടീഷ് ഭരണാധികാരികളെ മാറ്റി അവർക്ക് സ്വന്തമായിട്ട് റെപ്രസെൻറ്റേഷന് വേണ്ടിയും, റഷ്യയുടെ കാര്യത്തിലാണെങ്കിൽ സാർ ഭരണം മാറ്റി പിന്നെ മെൻഷെവിക്കുകളുടെ ഭരണം മാറ്റി ബോൾഷെവിക്കുകൾ ഭരണത്തിൽ വരാനാണെങ്കിലും, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആൻഷ്യൻ റിജൈം എന്ന് വിളിക്കുന്ന ഫ്രഞ്ച് എംപറർമാരെ മാറ്റിയിട്ട് ജനപക്ഷത്ത് നിന്നൊരു ഭരണം വരാനൊക്കെയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ചേഞ്ചാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം വളരെ വ്യത്യസ്തമാണ്. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പൊളിറ്റിക്കൽ ചേഞ്ച് മാത്രമല്ല, സോഷ്യൽ ചേഞ്ച്, സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ കാലഘട്ടം. ഒരു വർഷമോ 2 വർഷമോ അല്ല, ഏകദേശം 10-15 വർഷത്തെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ നയിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗാന്ധി വളരെയധികം എംഫസൈസ് ചെയ്തതും ഈ അൺടച്ചബിലിറ്റിക്കെതിരെ ഉള്ള ഒരു ഫൈറ്റിംഗ് കൂടെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് RSSന് ദേഷ്യം വരാൻ ഉള്ള ഒരു റീസൺ, ഓഫ് കോഴ്സ് അത് പകൽ പോലെ സ്പഷ്ടമാണ്, നമുക്കത് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഏറ്റവും വലിയ റീസൺ അത് തന്നെയായിരിക്കാം. ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി നിരന്തരമായിട്ട് വാദിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ദിവസം ഗാന്ധി എവിടെ എന്ന് ചോദിച്ചാൽ ഗാന്ധി നവഖലിയിലാണ്. അവിടെയുള്ള ഹിന്ദു മുസ്ലിം റയട്ടിനെ നിർത്താൻ വേണ്ടി അവിടെ ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഗാന്ധിജിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, പൊളിറ്റിക്കൽ ഫ്രീഡം കിട്ടിയത് കൊണ്ട് മാത്രം, അംബേദ്കറിൻ്റെ അനൈലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നുണ്ട്, നമുക്ക് സോഷ്യൽ ഫ്രീഡം ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് യാതൊരു വിധത്തിലെ അർത്ഥവുമില്ല എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഗാന്ധിക്ക് അത് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഫ്രീഡം ലഭിക്കുമ്പോഴും ഗാന്ധി ഈ ഹിന്ദു മുസ്ലിം സ്ട്രൈഫ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റയറ്റിംഗ് നിർത്താൻ വേണ്ടി നവഖലി എന്നുള്ള വില്ലേജിൽ ആയിരുന്നു 15 ഓഗസ്റ്റ് 1947 ചരിത്ര റെക്കോർഡുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ രാകേഷ് ഭട്ടബ്യാൽ എന്നുള്ള ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട് നവഖലി റയറ്റ്സിനെ കുറിച്ച്. അപ്പം RSSന് ഒരു വലിയ ദേഷ്യം, ഇവൻ ഗോഡ്സെയുടെ മൊഴിയിൽ ഗോഡ്സെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ ദേഷ്യം ഗാന്ധിക്കെതിരെ വരാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, പാകിസ്ഥാനിന് ഈ പാർട്ടീഷൻ നടന്നല്ലോ, വിഭജനം നടന്നതിന് കാരണക്കാരനായിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു ലാർജ് സെക്ഷൻ ഓഫ് ആൾക്കാർ കണ്ടത് ഗാന്ധിയാണ്. അത് വളരെ കഷ്ടമാണ്. കാരണം ഗാന്ധിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും മിനിമലോ അല്ലെങ്കിൽ ഒരു പങ്കും ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ചരിത്ര റെക്കോർഡ്സ് നോക്കിയാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. ഒരു സമയത്ത് അന്നുണ്ടായിരുന്ന മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ നടത്തുകയും ആ ഡയറക്റ്റ് ആക്ഷൻ ഡേയുടെ ഒരു റിസൾട്ടായിട്ട് നോർത്ത് ഇന്ത്യ ഒട്ടാകെ രക്തച്ചൊരിച്ചിൽ നടക്കുകയാണ്. അപ്പോൾ ഈ രക്തച്ചൊരിച്ചിൽ എങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ള അതിന് റിറ്റാലിയേഷനായിട്ട് ഹിന്ദു മഹാസഭ മുസ്ലിംകളുടെ കടകൾ കത്തിക്കുന്നു, അവരെ കൊന്നുകളയുന്നു, സിഖ് മുസ്ലിം, സിഖ് ഹിന്ദു, ഇങ്ങനെ വലിയ രക്തച്ചൊരിച്ചിൽ നടക്കുന്നൊരു സമയം കൂടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം എന്ന് ആലോചിക്കണം. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും നിർത്താൻ കൂടി വേണ്ടിയാണ് ഈ പാർട്ടീഷന് എഗ്രി ചെയ്യുന്നത്. പക്ഷേ ഈ പാർട്ടീഷൻ്റെ കാരണക്കാരായിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹിന്ദു മഹാജനസഭ പ്രചരിപ്പിച്ച നുണകൾ കാരണം തന്നെ ഗാന്ധി ആണ് എന്ന് വരുത്തി തീർക്കുകയും, അപ്പോൾ ആ ഒരു സമയത്ത് ഗാന്ധി 55 crore പാകിസ്ഥാനിന് കൊടുക്കാനായിട്ട്, കാരണം ഒരു കൺട്രി വിഭജിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിസോഴ്സസ് ഷെയർ ചെയ്യണം. ആ റിസോഴ്സസ് ഷെയർ ചെയ്യുന്നതിന് ഒരു അതൊരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോമ്പൻസേഷൻ പാക്കേജുകൾ കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഇന്ത്യയിലായിരുന്നു അന്ന് ജൂട്ട് പാടങ്ങൾ മുഴുവൻ, ജൂട്ടിൻ്റെ ഫാക്ടറികൾ പക്ഷേ പാകിസ്ഥാനിൽ
ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരുപാട് ഈ എക്കണോമിക്കൽ റീസൺ കാരണമാണ് ഈ 55 crore പാകിസ്ഥാന് കൊടുക്കുന്നത്. പക്ഷേ ഇതൊരു വളരെ പ്രചരണ ആയുധമായിട്ട് RSSും ഹിന്ദു മഹാജനസഭയും ഉപയോഗിക്കുകയും ഗാന്ധി പാകിസ്ഥാൻ വിഭജനത്തിന് തയ്യാറാകുക മാത്രമല്ല പാകിസ്ഥാന് വേണ്ടി 55 crore രൂപ കൊടുക്കുകയും ചെയ്തു എന്നുള്ളൊരു ദുഷ്പ്രചരണം അഴിച്ചു വിടുകയും അത് വളരെ അധികം നാഥുറാം ഗോഡ്സെ പോലെയുള്ള മതഭ്രാന്തന്മാരെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇത് കഴിഞ്ഞിട്ടൊരു എൻക്വയറി കമ്മീഷൻ വരുന്നുണ്ട്, ജെ കൗർ റിപ്പോർട്ട് എന്ന് പറഞ്ഞ്. അത് ആക്ച്വലി പബ്ലിക് ഡൊമൈൻ ഡോക്യുമെൻ്റ് ആണ്. ഈ ജെ കൗർ റിപ്പോർട്ടിൽ അത് 320ഓളം പേജുള്ളൊരു റിപ്പോർട്ടാണ്. അതിനകത്ത് ഗോഡ്സെയുടെ മൊഴിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗോഡ്സെയുടെ മൊഴിയിൽ ഗോഡ്സെ പറയുന്നുണ്ട് ഈ 55 crore എന്തുകൊണ്ട് പാകിസ്ഥാന് കൊടുത്തു എന്നൊക്കെയാണ് ചോദ്യം. പക്ഷേ ഈ 55 crore കൊടുത്തതല്ല, അതിന് മുമ്പേ തന്നെ 1946ലും 1944ലും ഗോഡ്സെ ഗാന്ധിയെ വധിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള രേഖകൾ വന്നിട്ടുണ്ട്. ധീരേന്ദ്ര ഝാ എന്ന് പറഞ്ഞ ഒരു സ്കോളറുടെ ഒന്നും കൂടെ പറയാമോ, ധീരേന്ദ്ര ഝാ എന്ന് പറഞ്ഞ ഒരു സ്കോളറുടെ വർക്ക് ഗാന്ധിവധത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഗാന്ധിവധത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ ഗാന്ധിവധത്തിലേക്ക് നയിച്ച ഈവൻറ്റുകൾ, സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗോഡ്സെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ട ഘടകങ്ങൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഗോഡ്സെക്ക് ഏറ്റവും വലിയ ഒരു ദേഷ്യം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി ഗാന്ധി വാദിക്കുന്നു എന്നുള്ളതാണ്. അതും ഗോഡ്സെയുടെ പല മൊഴികളിലും, ഈ മൊഴികളിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്, പല മൊഴികളിലും പല പോലെ പറയുന്നുണ്ട്. അതിനകത്ത് ഗോഡ്സെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഗോഡ്സെ ഹിന്ദു മഹാജനസഭയുടെയും RSSൻ്റെയും ആക്ടിവിസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. 1993 ആണെന്ന് തോന്നുന്നു, ഗോപാൽ ഗോഡ്സെ, അതായത് ഗോഡ്സെയുടെ സഹോദരൻ, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് RSS ഗോഡ്സെയെ തള്ളി പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത്, ഹിന്ദു മഹാജനസഭ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബ്രദറായ നാഥുറാം ഗോഡ്സെയും അവർ രണ്ടുപേരും RSSൻ്റെ പ്രവർത്തകരായിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ RSSന് ഒരിക്കലും ഗാന്ധിവധത്തിൽ നിന്ന് കൈകഴുകാൻ സാധ്യമല്ല. ഇത് കഴിഞ്ഞ ഉടനെയുള്ള ഒരു സന്ദർഭത്തിൽ, അതായത് ഗാന്ധിയുടെ അസാസിനേഷൻ കഴിഞ്ഞ ഉള്ള സന്ദർഭത്തിൽ ഇമ്മീഡിയറ്റ്ലി RSS ബാൻഡ് ആകുകയാണ്. RSS ബാൻഡായിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ ബാൻഡായ RSS പല സ്റ്റേറ്റുകളിലും എക്സ്ട്രീംലി കമ്മ്യൂണലായിട്ടുള്ള എക്സ്ട്രീം വർഗീയവാദം അഴിച്ച് വിടുകയും ഒന്നിനൊന്ന് റയട്ടുകൾ, ഒന്നിനൊന്ന് ലഹളകൾ ഉണ്ടാക്കുകയും നമുക്ക് ചെയ്യുന്ന കാണാം. അപ്പോൾ പല വട്ടം സർദാർ പട്ടേൽ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്, ജവഹർലാൽ നെഹ്റു റീച്ച് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അപ്പോഴെല്ലാം ഗോവാൾക്കറുമായിട്ട് സംസാരിക്കുമ്പോൾ ഗോവാൾക്കർ ദേശീയ ഫ്ലാഗിനെ ഉൾപ്പെടെ, നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ ഉൾപ്പെടെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് തയ്യാറാകാത്ത ഒരു ഗോവാൾക്കർ നമുക്ക് കാണാൻ പറ്റും. അവസാനം ഗോൾവാൾക്കർ ഇത് സമ്മതിച്ചതിന് ശേഷമാണ് RSSൻ്റെ പുറത്തുള്ള, അതായത് നാഷണൽ ഫ്ലാഗിനെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയെയും അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് RSSൻ്റെ പുറത്തുള്ള ബാൻ മാറിയത്. പക്ഷേ ഈ ഒരു കാലഘട്ടമുണ്ടല്ലോ, RSSനെ ബാൻ ചെയ്ത ഒരു കാലഘട്ടം, ഈ ഒരു കാലഘട്ടത്തിലാണ് RSSൻ്റെ സ്ലീപ്പർ സെല്ലുകൾ പല സ്ഥലത്തും ഉണർന്ന് പ്രവർത്തിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റും. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ, പർട്ടിക്കുലർലി അദ്ദേഹം സർദാർ പട്ടേലിന് എഴുതിയ കത്തുകളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു ഉത്കണ്ഠ, അതായത് RSS ഇപ്പോൾ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള, നമുക്ക് കണ്ടാൽ അത് RSS ആണെന്ന് തോന്നുകയില്ല, പക്ഷെ വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതും ഇന്ത്യയുടെ സോളിനെ, ഇന്ത്യയുടെ ആത്മാവിനെ കറപ്റ്റ് ആക്കുന്നതുമായിട്ട് ജവഹർലാൽ നെഹ്റു എഴുതുന്നുണ്ട്. ഇതുപോലെ 2004 തോന്നുന്നു പട്ടേൽ നെഹ്റുവിന് എഴുതിയൊരു കത്ത് ഈ RSSൻ്റെ ജേർണൽസിലൂടെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കത്തിനകത്ത് പട്ടേൽ എഴുതുന്നുണ്ട്, RSS അല്ല, പക്ഷെ ഹിന്ദു മഹാജനസഭയാണ് ഗാന്ധിവധത്തിന് ഒരു മേജർ പങ്ക് വഹിച്ചതെന്ന്.
അപ്പം ഇദ്ദേഹം ആ കത്തിൻ്റെ ഇതിന് തൊട്ട് മുമ്പുള്ള വരികളും അത് കഴിഞ്ഞുള്ള വരികളും വായിച്ച് നമുക്കറിയാം. സർദാർ പട്ടേൽ പറയുന്നത് RSS മാത്രമല്ല എന്നാണ്. ഹിന്ദു മഹാജനസഭയ്ക്കും ഇതിൽ പങ്കുണ്ട്. ഇതിലൊരു ഡയറക്റ്റ് പങ്ക് എന്ന് പറയുന്നത് ഹിന്ദു മഹാജനസഭയ്ക്ക് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ എഴുതുന്നത്. പക്ഷേ ഇത് RSS ഇത് 2004 കാലങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് RSSന് ഇതിൽ പങ്കില്ല എന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു എന്നാണ്. എന്നാൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ബാക്കിയുള്ള കത്തുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇദ്ദേഹം ഒരു കത്ത് മാത്രമല്ലല്ലോ എഴുതിയിട്ടുള്ളത്, ബാക്കിയുള്ള കത്തുകൾ നോക്കുകയാണെങ്കിൽ അതിൽ വളരെ കൃത്യമായിട്ട് ഗാന്ധിവധത്തിലും അതിന് പിന്നീട് നടന്നുള്ള റയോട്ടിങ്ങിലും RSSന് പങ്കുണ്ടെന്ന് നമുക്ക് കാണാം. അതിന് ഇൻ പർട്ടിക്കുലർ പട്ടേലിൻ്റെ കറസ്പോണ്ടൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, ഗാന്ധിജി മരിച്ച ഉടനെ തന്നെ ഈ ന്യൂസ് പടരുകയാകുമ്പോൾ ലക്നൌവിലും അലഹാബാദിലും മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ തിരിയാണ്. ഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു റൂമർ അഴിച്ചുവിടുന്നത് ഈ RSS അല്ലെങ്കിൽ RSS ചായ്വുള്ള അല്ലെങ്കിൽ RSSന് സിസ്റ്റർ ഓർഗനൈസേഷൻസ് ഉണ്ട്. എന്നിട്ട് നെഹ്റുവിന് വന്ന് അനൗൺസ് ചെയ്യേണ്ടി വരികയാണ് ഒരു ഹിന്ദു മതഭ്രാന്തനാണ് ഗാന്ധിയെ കൊന്നതെന്ന് പറഞ്ഞത്. കൊന്നതെന്ന് അനൗൺസ് ചെയ്യേണ്ടി വന്നതും ഇത്ര വേഗം ഗോഡ്സെ ആണ് എന്നുള്ളത് പത്രമാധ്യമങ്ങൾ വഴിയും റേഡിയോ വഴിയും പ്രചരിപ്പിക്കേണ്ടി വന്നത് ഇതുപോലെ എനിക്കൊന്ന് 3ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു ലക്നൌവിലും അലഹാബാദിലുമായിട്ട് ഗാന്ധിവധം കഴിഞ്ഞിട്ട്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഗാന്ധി എന്തിനു വേണ്ടി പോരാടിയോ, എന്തിനു വേണ്ടി ഗാന്ധിജി നിലകൊണ്ടുവോ, അതിന് നേരെ വിപരീതമായിട്ട് ഗാന്ധിവധത്തിനെ തന്നെ യൂസ് ചെയ്ത ഒരു അൺഫോർച്ചുനേറ്റ് ഹിസ്റ്ററിയാണ് ഒരു ചരിത്രകാരി എന്ന നിലയിൽ നമ്മൾ പറയേണ്ടി വരുന്നത്. അപ്പം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. ഒന്ന്, ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി നിരന്തരമായി പോരാടുന്ന, പർട്ടിക്കുലർലി 1920s കഴിഞ്ഞിട്ട് പോരാടുന്ന ഒരു ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭാരതത്തിൻ്റെ രണ്ട് കണ്ണുകളാണ് എന്നുള്ളത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഗാന്ധി പല ഇടത്തും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ ഹിന്ദു മുസ്ലിം യൂണിറ്റി പറയുന്ന അതേ അതേ എനർജിയോടെ ഗാന്ധി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള ഫൈറ്റ് എന്ന് പറയുന്നത്. അതിന് ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന UC കോളേജിൻ്റെ ഗാന്ധി നട്ട മാവിൻ്റെ അടിയിലാണ് നമ്മളിരിക്കുന്നത്. അദ്ദേഹം UC കോളേജ് സന്ദർശിക്കാനുള്ള ആ ഒരു ഇവൻറ്റ് ഉണ്ടാകുന്നത് തന്നെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പം വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധി പങ്കെടുക്കുന്നത് തന്നെ ഈ അൺടച്ചബിലിറ്റിക്കും എല്ലാ വഴികളും എല്ലാവർക്കും ആക്സസ്, എല്ലാവർക്കും പൊതു സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരാശയം മുമ്പോട്ട് വെക്കാനാണ്. അപ്പം അതിനു മുമ്പേ TK മാധവനുമായിട്ടുള്ളൊരു സംസാരത്തിൽ ഗാന്ധി പറയുന്നുണ്ട്, നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് പൊതു കിണറുകൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കപ്പെടാനാണ്. അപ്പം മാധവൻ ഗാന്ധിയോട് തിരിച്ച് പറയുന്നുണ്ട്, കേരളത്തിലെ സാഹചര്യം അങ്ങനെയല്ല. കേരളത്തിലെ ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് അമ്പലങ്ങളോട് ചേർന്നാണ് സ്കൂളുകൾ ഇരിക്കുന്നത്. അപ്പോൾ സ്കൂളുകളിൽ ഇപ്പം ദളിത് എന്നല്ല, ഓഫ് കോഴ്സ് ഞാനിപ്പോൾ പാരഫ്രൈസ് ചെയ്യുകയാണ്, അന്ന് ദളിതും ബഹുജനുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സ്കൂളിൽ വരാൻ സാധ്യമല്ല. കാരണം ഈ അമ്പലത്തിൻ്റെ വഴി കൂടെ പോയാലേ സ്കൂളിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അമ്പലം ഈ സ്കൂളിൻ്റെ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വിദ്യാലയങ്ങളിലേക്ക് വരാനുള്ള ആക്സസ് കിട്ടിയെങ്കിലും തത്വത്തിൽ ഇവർക്ക് വിദ്യാഭ്യസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത് പറഞ്ഞ് ഗാന്ധിയെ മനസ്സിലാക്കിപ്പിക്കുക. അങ്ങനെയാണ് ഈ അമ്പലങ്ങളിലേക്കുള്ള വഴികൾ എല്ലാവർക്കും തുറന്നു കൊടുക്കണം എന്നുള്ളൊരാശയത്തിനോട് ഗാന്ധി രൂപപ്പെടുകയും അങ്ങനെ വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, ഒരു ചെറിയ റോളൊന്നുമല്ല ഗാന്ധി അതിനകത്ത് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ പല സംസാരങ്ങളിലും ഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിന് വലിയ റോളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ റെക്കോർഡുകൾ നോക്കുകയാണെങ്കിൽ അതിന് നേർ വിപരീതമാണ്. ഇപ്പം ഗാന്ധിക്കെതിരെ നമുക്ക് തർക്കിക്കാം. ഇപ്പം ഗാന്ധിക്കെതിരെയൊക്കെ അംബേദ്കർ തർക്കിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഗാന്ധി പല കാര്യങ്ങളും അംഗീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗാന്ധിയുടെ ഒരു വലിയ നന്മ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്, ഈ ഗാന്ധിക്കെതിരെ തർക്കിച്ചാലും ഗാന്ധി നമ്മളെത്ര ഊർജത്തോടെ ഗാന്ധിക്കെതിരെ തർക്കിക്കുകയാണെങ്കിലും ഗാന്ധി അതേപോലെ തന്നെ നമ്മളോടും തർക്കിക്കും. പക്ഷെ ഗാന്ധി ഒരിക്കലും ആരെയും ഡിസ്മിസ് ചെയ്ത് കളയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ ആരെങ്കിലും
എന്താണ് മുഴുവനായിട്ട് അവരുടെ വാദങ്ങൾ ശ്രദ്ധിക്കാതെ ഇല്ലാതാക്കി കളയുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ ഇപ്പോൾ കാസ്റ്റിൻ്റെ ചില അണ്ടർസ്റ്റാൻഡിങ്സിൽ നമുക്ക് ഗാന്ധി വേണമെങ്കിലല്ല ഗാന്ധി വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ചാതുർവർണ്ണയത്തിനൊന്നും ഒരിക്കലും ഗാന്ധി പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഗാന്ധിയുടെ പല ലേഖനങ്ങളിലും പർട്ടിക്കുലർലി ഇന്ത്യയിലും സ്വരാജിലൊക്കെ വന്ന ലേഖനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഗാന്ധിയുടെ കാസ്റ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അത്ര ഒരു വലിയ പ്രശ്നം പിടിച്ച കാര്യമല്ല ജാതി. പക്ഷേ ജാതിയിലൂടെ വരുന്ന അസ്പൃശ്യത പോലെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത്, അല്ലാതെ ജാതിയാണ് മാറ്റേണ്ടത് എന്ന് ഗാന്ധി പറയുന്നില്ല. അതിൻ്റെ ചില ഭാഗങ്ങൾ മാറ്റണമേ എന്ന് മാത്രമേ ഗാന്ധി പറയുന്നുള്ളൂ. അപ്പം ഇതൊക്കെ പ്രോബ്ലമാറ്റിക്കാണ്. പക്ഷെ എന്നും പറഞ്ഞ് ഈ നമ്മൾ ഗാന്ധി മാറ്റി നിർത്തപ്പെടേണ്ട, അല്ലെങ്കിൽ ഗാന്ധി ചെയ്ത എല്ലാ കാര്യങ്ങളെയും നിഷേധാത്മകമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ക്യാൻസൽ കൾച്ചറിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഒരു നേതാവിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് പലപ്പോഴും നമ്മൾ ഇന്നലെയും ഇന്നലെയൊക്കെ മനസ്സിലാക്കാൻ നോക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബഹുസ്വരമായിട്ടുള്ള പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നാഷണൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പല 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 ചിന്താധാരകൾ ഒരുമിച്ച് പല നദികൾ ഒരുമിച്ച് ഒരു വലിയ നദിയിലേക്ക് ലയിക്കുന്നത് പോലെ ഉള്ള പല ചിന്താധാരകളുടെ കൺവർജൻസ് ആണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള. അതിലൊരു സോഷ്യലിസ്റ്റ് സ്ട്രീമുണ്ട്, ഒരു കോൺഗ്രസിൻ്റെ ഒരു സ്ട്രീമുണ്ട്, സോഷ്യൽ റിഫോമിൻ്റെ ഒരു സ്ട്രീമുണ്ട്, ഒരു ഫെമിനിസ്റ്റ് ധാരയുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇന്ത്യൻ നാഷണൽ പ്രസ്ഥാനം ആകുന്നത്. അപ്പോൾ ഒറ്റ ലീഡർ എന്നുള്ളൊരു ഐഡിയ തന്നെ ഒരു പോസ്റ്റ് 1930s സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ആ ഒറ്റ ലീഡറായിട്ട് ഗാന്ധി ഇരിക്കുമ്പോഴും ഗാന്ധിയുടെ ചുറ്റും മറ്റ് ലീഡേഴ്സും ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ അല്ലാതെ തന്നെ നിൽക്കുന്ന ഉള്ള ലീഡേഴ്സും ഒക്കെ ഉണ്ട്. ഇതിനെല്ലാമുള്ള സ്പേസസും ഉണ്ടായിരുന്നു. ഇന്നാണ് എല്ലാം ഒന്നിലേക്ക് ചുരുക്കി ഒരു ലീഡർ മാത്രമേ പാടുള്ളൂ ഒരു നേഷന് എന്നുള്ള ഒരു എന്താ യൂണിഫോമൈസിങ് ടെൻഡൻസി ഉണ്ടായി വന്നിട്ടുള്ളത്. സോ ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ്, ഗാന്ധിജിക്ക് ഫ്ലോസ് ഇല്ല എന്നല്ല. ഗാന്ധിയിൽ ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പം അംബേദ്കറിനെ പോലെ ഇപ്പം ഗാന്ധി വലിയൊരു സ്കോളറോ അങ്ങനെ സ്കോളർഷിപ്പും എറുഡീഷനുമുള്ള ഒരു ആളെക്കാളും ഉപരിയായിട്ട് ഗാന്ധി എങ്ങനെയാണ് ആൾക്കാരെ ഒരുമിച്ചൊരു മാസ് മൂവ്മെൻറ്റിന് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് നിരന്തരമായി ചിന്തിച്ച് അതിനുവേണ്ടി പല പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന ഒരു ലീഡറായിട്ട് നമുക്ക് ഗാന്ധിയെ മനസ്സിലാക്കാം. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഇതാണ്, ഗാന്ധിജിക്ക് എന്ത് ന്യൂനതകളും ഉണ്ടെങ്കിലും ഗാന്ധി അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്ക്, അതുപോലെ തന്നെ ഗാന്ധി സോഷ്യൽ റിഫോമിൽ വഹിച്ച പങ്ക്, ഇതെല്ലാം വലുതാണ്. കാരണം ഇപ്പം നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധി വന്ന് പറയുന്നുണ്ട്, ഇവിടുത്തെ ഇന്ത്യയോടുള്ള ആ ഒരു കോൺവെർസേഷനിൽ ഗാന്ധി പറയുന്നുണ്ട്, നിങ്ങൾ ജനറൽ ഡയറിനെ പോലെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ഡയറിൻ്റെ മനോഭാവമാണ്. അപ്പോൾ അത് എന്താണ്, ജാലിയൻവാല ബാഗ് മസാക്കറിലെ മെയിൻ വില്ലനാണ് ജനറൽ ഡയർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയുള്ള ബ്രാഹ്മണ കുലം ബാക്കിയുള്ളവരെ കൊന്നൊടുക്കാൻ തക്ക മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരെന്ന് തന്നെയാണ് ഗാന്ധി അവിടെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സ്റ്റാൻഡുകൾ എടുക്കുന്ന ഗാന്ധിയെ നമുക്ക് കാണാൻ സാധ്യമാണ്. പിന്നീട് നമ്മൾ ഗാന്ധിയെ കാണുന്നത് ഒരു 1930s തൊട്ട്, അതായത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ഈ ഫോറിൻ ലിക്കർ ഷോപ്പുകൾ പിക്കറ്റ് ചെയ്യുന്നതും ഖാദി ധരിക്കണം എന്നുള്ള ആശയം മുമ്പോട്ട് വെക്കുന്നതും ചർക്ക പോപ്പുലറൈസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിലെല്ലാം തന്നെ സ്ത്രീകളുടെ വലിയ തോതിലുള്ള ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാം. ഈ സ്ത്രീകൾ പലപ്പോഴും അടുക്കളയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാതയിലേക്ക് വരുന്നത്, പബ്ലിക് സ്പേസിലേക്ക് വരുന്നത് ഗാന്ധിയുടെ കോളിന് കേട്ടുകൊണ്ടാണെന്ന് സുമിത് സർക്കാർ പോലെയുള്ള ചരിത്രകാർ വാദിച്ചിട്ടുണ്ട്. അപ്പം അന്ന് വരെ സവർണ വിമൻ ഇൻ പർട്ടിക്കുലർ, അതും ബംഗാളി സവർണ വിമൻ, നമ്മളൊരു രാഷ്ട്രീയമായ കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീട്ടിനകത്തെ കാര്യങ്ങളിലല്ലാതെ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നത് നമ്മൾ ഒരു 300ഓളം വർഷങ്ങൾ, അതായത് 1700s to 1600s to
1800s നമ്മൾ ഓർ ലേറ്റ് ഏർലി 1900s നമ്മൾ കാണാത്ത ഒരു കാര്യമാണ്. അപ്പം ആ സവർണ സ്ത്രീകളെ നിരത്തിൽ ഇറങ്ങി പ്രക്ഷോഭത്തിൽ പങ്കുകൊള്ളിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത്, അതായത് സ്ത്രീധർമ്മം എന്ന് പറയുന്നത് അർദ്ധാഗ്നിയാണ്. അത് ഗാന്ധിയുടെ വാക്കുകൾ തന്നെയാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പുരുഷന്മാർ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവരുടെ അർത്ഥാഗ്നിമാരായിട്ടുള്ള നിങ്ങൾക്ക് സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഗാന്ധി പറയുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഗാന്ധി ഇതേ ഒരു കാര്യം നോക്കിക്കാണുന്ന എങ്ങനെ വേണമെങ്കിൽ നോക്കിക്കാണാൻ പറ്റും. കണ്ടോ, അവിടെ ഉണ്ടായിരുന്ന ഒരു ഏർലിയർ ആയിട്ടുള്ളൊരു സ്ത്രീകളെ കുറിച്ചുള്ള സ്റ്റീരിയോ ടൈപ്പിനെ ഗാന്ധി യൂസ് ചെയ്യുകയാണ്. പക്ഷെ യൂസ് ചെയ്തത് അൾട്ടിമേറ്റ്ലി സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുകയാണെന്നാണ് കാണുന്നത്. കാരണം അത്രയും നാളും വീടിൻ്റെ ചുമരുകൾക്കുള്ള ഒതുങ്ങി നിന്ന സവർണ സ്ത്രീ രാഷ്ട്രീയ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഭാഗമായി മാറുകയും ചെയ്തത് ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തൊട്ടാണ്. ഇതൊരു വലിയ തോതിൽ ഇന്ത്യയിലുള്ള ജെൻഡർ റിലേഷൻസിന് ഇമ്പാക്റ്റ് ചെയ്യുന്നതായിട്ട് തനിക്കാ സർക്കാർ വാദിക്കുന്നുണ്ട്. അത് വളരെ വളരെ കറക്റ്റുമാണ്. കാരണം ആ ഒരു സമയത്തെ പല പത്രലേഖനങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വളരെ സാംസ്കാരിക നായകരായെന്ന് നമ്മൾ പിന്നീട് വിശേഷിപ്പിച്ച പലരും എഴുതുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും ശക്തി ഉണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇത്രയും ശക്തി ഉണ്ടായിരുന്നു എന്ന്. അവർ പൊതുകാര്യങ്ങളിലും ഇടപെടും, അവർക്കത് മനസ്സിലാകും, അതിനുവേണ്ടി അവർ നിലകൊള്ളും എന്ന് അന്നുണ്ടായിരുന്ന പുരുഷന്മാരായിട്ടുള്ള സാംസ്കാരിക നായകർക്ക് പോലും മനസ്സിലാകുന്ന ഈ മാസ്സായിട്ട് സ്ത്രീകൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ ഭാഗമായപ്പോഴാണ്. പക്ഷെ അതിൻ്റെ ഒരു ഫൾക്രമായിട്ട് അല്ലെങ്കിൽ ഒരു ട്രിഗറായിട്ട് പ്രവർത്തിച്ചത് ഗാന്ധി സ്ത്രീകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് വാദിക്കുകയും സ്ത്രീകൾ ഇതിൻ്റെ ഭാഗമായി മാറണം എന്ന് ഉള്ളൊരു കോൾ ഫോർ ചെയ്യുകയും ആ ഒരു കോളിന് സ്ത്രീകൾ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സവർണ സ്ത്രീകൾ നിരത്തിലിറങ്ങി പോരാടുന്നത്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായി മാറുന്നത്, അങ്ങനെ ഒരു പരിധിവരെ അവർക്കൊരു ശബ്ദം ഉണ്ടാകുന്നത്, അൺടച്ചബിലിറ്റിക്കെതിരെ വളരെ വലിയ രീതിയിൽ ക്യാമ്പയിനുകൾ നടക്കുന്നത്. ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിൽ വീണ്ടും വീണ്ടും ഗാന്ധി പറയുന്നത് ടച്ചബിൾ ആയിട്ടുള്ള നിങ്ങളാണ് ഇതിനെതിരെ പോരാടേണ്ടത്. കാരണം നിങ്ങളാണ് ഇവർ ഇത്രയും വർഷമായിട്ട് ഒപ്രസ് ചെയ്തതെന്ന് ഗാന്ധി വീണ്ടും വീണ്ടും ലേഖനങ്ങളിലൂടെ പറയുന്നുണ്ട്. നിങ്ങളുടെ കോൺഷ്യസ്നെസ് ആണ് ശരിയാക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ഗിൽറ്റ്, അതായത് നിങ്ങൾ ഈ മനുഷ്യരെ ഇത്രയും നാളും ഉപദ്രവിച്ചു എന്നുള്ള നിങ്ങളുടെ അധാർമികതയെ ഇപ്പോൾ ധാർമ്മികമാക്കാനുള്ള ചാൻസ് ആയിട്ടാണ് ഈ അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ നിങ്ങൾ ഭാഗഭാക്കാകേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം ഗാന്ധി 3 മേജർ ത്രസ്റ്റുകൾ നമുക്ക് ഗാന്ധിജിയുടെ ഒരു പോസ്റ്റ് 1920 ആക്ടിവിറ്റീസിൽ കാണാൻ പറ്റും. 1 എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. 2 എന്ന് പറയുന്നത് ഈ അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഫൈറ്റാണ്. 3 എന്ന് പറയുന്നത് ഈ സ്ത്രീകളെ പൊതുനിരത്തിൽ ഇറങ്ങി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി എന്നുള്ളത്. ഈ 3ഉം അതിതീവ്ര ഹിന്ദുത്വയിൽ വിശ്വസിക്കുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം ഒട്ടുമേ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാരതീയ നാരി എന്നുള്ള അവരുടെ സങ്കല്പം, വീട്ടിനുള്ളിൽ ഇരുന്ന് ഉത്തമ അമ്മയായിട്ട് സർവ്വവും പരിത്യജിക്കുന്ന ഒരു സ്ത്രീ ഉള്ളൊരു ഐഡിയ ഇല്ലാതായി പോവും. അൺടച്ചബിലിറ്റിക്കെതിരെയുള്ളൊരു ക്യാമ്പയിൻ പിന്നെ അത് വളർന്ന് കാസ്റ്റിനെതിരെയുള്ളൊരു ക്യാമ്പയിനായി മാറിയാൽ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സംസ്കൃത ധർമ്മശാസ്ത്രിക്കായിട്ടുള്ള ഐഡിയാസും പൊളിഞ്ഞ് ഇല്ലാതായി പോകും. കാരണം ഇതിൻ്റെ എല്ലാം പ്രിമൈസ് എന്ന് പറയുന്നത് ചാതുർവർണ്ണ കാസ്റ്റാണ്. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു അത് അപൂർവാനന്ദാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു ഹിന്ദു മതഭ്രാന്തൻ ഗാന്ധിയെ കൊന്നു എന്ന് പറയുന്നതിനേക്കാളും കറക്റ്റ് ഒരു സവർണ മതഭ്രാന്തൻ ഗാന്ധിയെ കൊന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റ് എന്നുള്ളത്. അതിനോട് എഗ്രി ചെയ്യുന്ന ഒരു ആർഗ്യുമെൻറ്റുമാണ്. ഈ 3ാമത് നമ്മൾ നോക്കിയ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി ഗാന്ധി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് 3ഉം അംഗീകരിക്കാൻ പറ്റാത്ത, ഇത് 3ഉം എന്താണ് അവർ പറയുന്ന ആശയത്തിനോട് അബ്സല്യൂട്ട്ലി എതിർത്ത് നിൽക്കുന്ന ആയിട്ടുള്ള ആശയങ്ങൾ മുമ്പോട്ട് വെച്ച ഗാന്ധി അവർക്ക് അംഗീകരിക്കാനേ പറ്റില്ല. ഡൽഹിയിൽ ഈ ധീരേന്ദ്രനാഥ് ഝായുടെ ബുക്കിൽ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഡൽഹിയിൽ 1946
1946 ഒരു RSS മീറ്റിങ്ങിൽ ഈവൻ ഗാന്ധി ക്യാൻ ബി സൈലൻസ്ഡ്, ഗാന്ധിജിയെ വേണമെങ്കിലും നമുക്ക് നിശബ്ദനാക്കാം എന്ന് ഉള്ള ഒരു സന്ദേശം അന്നത്തെ RSS ലീഡർ പറയുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ഗാന്ധി കൊല്ലപ്പെടുന്നത് എന്നുള്ളതും നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് വായിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിനോട് കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഗാന്ധിയുടെ അസാസിനേഷനും അത് കഴിഞ്ഞ് RSS ബാൻഡ് ആയിട്ടുള്ള ആ ഒരു സെക്ഷൻസും എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മുഗൾ ഇന്ത്യയൊക്കെ എടുത്തു മാറ്റപ്പെട്ടതുപോലെ തന്നെ ഈ ഒരു പോർഷനും, അവനെ അവർ വിളിക്കുന്ന പേര് ഭയങ്കര തമാശയായിട്ടുള്ളൊരു പേരാണ്. കുട്ടികൾക്ക് വർക്ക് ലോഡ് കുറയ്ക്കാൻ റേഷണലൈസിങ് എന്നാണ് പറയുന്നത്. ഒരു റാഷണേലും, അതായത് റാഷണാലിറ്റി എന്ന് പറയുന്നത് യുക്തിയാണല്ലോ, ഒരു യുക്തി ഇല്ലാത്ത രീതിയിലാണ് പല ഭാഗങ്ങളും വെട്ടിക്കളഞ്ഞത്. പക്ഷേ ഏത് ഭാഗങ്ങളാണ് വെട്ടിക്കളഞ്ഞത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇവർ ചരിത്രത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞിരിക്കുന്നത് ഈ ഗാന്ധിയുടെ അസാസിനേഷനും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നടന്ന RSSന്റെ ബാനുമാണ്. പിന്നെ വെട്ടിമാറ്റിയിരിക്കുന്ന ഫെഡറലിസം, എനിക്കൊന്ന് പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റിൽ നിന്നാണെന്ന് തോന്നുന്നു, വെട്ടിമാറ്റിയിരിക്കുന്നത് ഫെഡറലിസത്തിൻ്റെ ഭാഗമാണ്. പിന്നീട് വെട്ടിമാറ്റാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുറേയൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള മുഗൾ ഇന്ത്യയുടെ ഭാഗങ്ങളാണ്. അപ്പം എന്ത് ബേസിസിലാണ് ഏതൊക്കെ ഭാഗങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാകുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു സംസാരത്തിൽ KN ഗണേഷ് ചോദിക്കുകയുണ്ടായി, ഈ ടെക്സ്റ്റ് ബുക്ക് എഴുതിയ ആൾക്കാരുണ്ടല്ലോ, അവരുടെ പെർമിഷനോടെയാണോ ഇത് വെട്ടിമാറ്റത്? ഇപ്പം ഞാനൊരു ബുക്ക് എഴുതുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റണമെങ്കിൽ എൻ്റെ പെർമിഷൻ ആവശ്യമാണല്ലോ. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഓതേഴ്സിനോട് പോലും ഡിസ്കസ് ചെയ്യാതെയാണ് വെട്ടിമാറ്റിയ ഈ ഭാഗങ്ങൾ. നമ്മൾ ഓർക്കണം, നമ്മുടെ സ്റ്റേറ്റ് ബോർഡുകളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പലതിലും ഗാന്ധി എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു ചോദ്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗാന്ധിവധത്തിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സെക്ഷൻ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വെട്ടിമാറ്റിയത്. അത് എന്തൊരു അക്രമമാണ് എന്നുള്ളത്. നമ്മൾ പല കൈൻഡ് ഓഫ് വയലൻസിനെ കുറിച്ച് സംസാരിക്കും. ഇതൊരു എപ്പിസ്റ്റമിക് വയലൻസ് ആണ്. അതായത് ജ്ഞാനഘടനയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ജ്ഞാനോൽപാദനത്തിൻ്റെ ജ്ഞാനഘടനയിൽ നിന്ന് തന്നെ ഗാന്ധിയൻ തോട്ടിനെ അല്ലെങ്കിൽ ഗാന്ധിയുടെ പ്രസക്തിയെ വെട്ടിമാറ്റുന്ന തരത്തിലുള്ള മൂവുകളാണിത്. അതുമല്ല, ഈ കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കാൻ വേണ്ടി ഏത് ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു എന്നുള്ള സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ തന്നെ എന്തിനാണ് ഈ കുട്ടികളുടെ പഠന ഭാരം എന്നുള്ളൊരു ഐഡിയ മുമ്പോട്ട് വെക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചതിനേക്കാളും എത്രയോ അഡ്വാൻസ്ഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പം എൻ്റെ നീസസും നെഫ്യൂസും ഒക്കെ എന്നെക്കാളും എത്രയൊക്കെയോ, ഞാൻ ആ പ്രായത്തിൽ ഉള്ളതിനേക്കാളും എത്രയോ അറിയാവുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ ശേഖരിക്കാനും കൂടുതൽ നോളജ് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഉള്ള കഴിവുള്ള കുട്ടികളെക്കുറിച്ചാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കുന്നവർ പറയുന്നത് ഇവർക്ക് പഠനഭാരം കുറച്ച് കൊടുക്കണം എന്നുള്ളത്. നേരെ തിരിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ കുട്ടികൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു ജനറേഷനോടാണ് നമ്മൾ ഈ വർക്ക് ലോഡ് കുറയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് സീംസ് റിയലി സസ്പീഷ്യസ്. എന്തുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് വെട്ടിമാറ്റുന്നതും മറ്റൊരു യുക്തിയും ഇവർക്കിതിന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പഠനഭാരം കുറയ്ക്കുക എന്നുള്ള യുക്തി പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഗാന്ധിയെക്കുറിച്ചാണ്. അപ്പം നമ്മൾ വേറെ 3 കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കാം അതിതീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഗാന്ധിയോടുള്ള ഇത്ര അധികം ദേഷ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഗാന്ധി മരിച്ചിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും, കഴിഞ്ഞ 2 വർഷം മുമ്പേ ആണെന്ന് തോന്നുന്നു ഗാന്ധിയുടെ കോലം എഫിജി ഉണ്ടാക്കിയിട്ട് അതിലെ വെടിവെച്ച് ചോര വീഴ്ത്തുന്നവൻ. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഗാന്ധി മരിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഗാന്ധിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. കാരണം ഗാന്ധി പാകിയ നോൺ വയലൻസിൻ്റെ വിത്തുകൾ, ഗാന്ധി പാകിയ പ്ലൂറലിസം എന്നുള്ളതാണ് ഇന്ത്യയുടെ ആത്മാവ് എന്നുള്ളൊരാശയത്തിൻ്റെ വിത്തുകൾ, ഗാന്ധി പാകിയ ആൻറ്റി കാസ്റ്റ് സ്ട്രഗിൾസിൻ്റെ വിത്തുകൾ ഇപ്പോഴും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ ഇന്ത്യയിൽ സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന, ഫെഡറലിസത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യൻ പ്ലൂറലിസത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഇംബൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗാന്ധി എന്ന ആ ആശയത്തിനെയാണ് വീണ്ടും വീണ്ടും വെടിവെച്ച് കൊല്ലാൻ
ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പം ജൂഡിത്ത് ബട്ട്ലർ നോൺ വയലൻറ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് 2019 ഉള്ള അവരുടെ വർക്കിൽ അവർ പറയുന്നുണ്ട്, ഗാന്ധിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നമ്മൾ ലോകത്തിലെ ആശയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഈ നോൺ വയലൻസ് കൊണ്ട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഗാന്ധിയെ മനസ്സിലാക്കുന്നത് തന്നെ ഈ നോൺ വയലൻസിൻ്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ഗാന്ധി മുമ്പോട്ട് വെച്ച നോൺ വയലൻസ് സ്ട്രാറ്റജീസ് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൽ വലിയ തോതിൽ യൂസ് ചെയ്യപ്പെടുന്ന, അപ്ലൈ ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മൾ ഗാന്ധി എന്നുള്ളൊരു ആശയത്തെ നോക്കുകയാണെങ്കിൽ ഈ നോൺ വയലൻസ് എന്നുള്ളൊരു ഐഡിയ, നോൺ വയലൻ്റ് വിപ്ലവം, ഹിംസാത്മകമല്ലാതെ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടൊരു വിപ്ലവം ഈ ലോകത്തിന് സാധ്യമാണ് എന്ന് കാണിച്ചു കൊടുത്ത ഒരു ഗാന്ധിജിയെ കാണാൻ പറ്റും. അപ്പോൾ ഗാന്ധിജിയോട് പലവട്ടം പർട്ടിക്കുലർലി ഇന്ത്യയിൽ മിലിറ്റന്റ് നാഷണലിസം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിന്നൊരു സമയത്ത് ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഏത് വിധേനയും സ്വാതന്ത്ര്യം കിട്ടിയാൽ മതിയോ എന്നുള്ളത്. അപ്പോൾ ഗാന്ധി അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്, ഹിംസയിലൂടെ നേടിയെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് വേണ്ട എന്നുള്ള. ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചിൽ, ഈ ഒരു കൊട്ടേഷൻ പലപ്പോഴും മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് സ്വാതന്ത്ര്യം വേണ്ടെന്നല്ല ഗാന്ധി പറയുന്നത്. കാരണം ഹിംസയിലൂടെ നേടിയെടുത്തൊരു സ്വാതന്ത്ര്യം വീണ്ടും അത് അനേകായിരം പേരുടെ രക്തച്ചൊരിച്ചിലിന് ഇടവരുത്തുമെന്ന് ഗാന്ധിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഹിംസാത്മകത ഒരു സിവിലൈസേഷൻ്റെ, ഒരു നേഷൻ്റെ, ഒരു ജനതയുടെ ഭാഗമായി മാറിയാൽ പിന്നീട് ഒരു നേഷനായിട്ട് ഇത്രയധികം വൈവിധ്യങ്ങളുള്ള ഇന്ത്യ പോലൊരു രാജ്യത്തിൽ അത് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതും ഗാന്ധിക്ക് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി ഇത് പറയുന്നത്, ഹിംസാത്മകതയിലൂടെ അല്ല നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ ഈ ഹിംസാത്മകത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സാംസ്കൃതികമായിട്ടുള്ള പാരമ്പര്യത്തിൽ എംബഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇന്ത്യയുടെ വലിയ സംഭവങ്ങളായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കുരുക്ഷേത്ര വാർ നമ്മൾ വളരെ വലിയ സംഭവമായിട്ട് കണക്കാക്കുന്നതും അതിലേക്ക്. ഇപ്പോൾ മഹാഭാരതത്തിൽ തന്നെ ഒരുപാട് എപ്പിസോഡുകളുണ്ട്. അപ്പം ഒരുപാട് എപ്പിസോഡുകളിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നത്. പക്ഷെ ആ വാറിനാണോ ഇത്രയും സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ടത്, അതോ അത് കഴിഞ്ഞിട്ടുള്ള ആ വാർ കഴിഞ്ഞ് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും ഈ മഹാഭാരതത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ മഹാഭാരതത്തിലെ സ്ത്രീപർവം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ എന്നല്ല, ഒരു സെക്ഷനുണ്ട്, ഒരു ഖണ്ഡമുണ്ട്. അപ്പം ആ സെക്ഷന് നിങ്ങൾ നോക്കിയാൽ ഈ യുദ്ധം കഴിഞ്ഞിട്ടുള്ള യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന സ്ത്രീകളുടെ യാതനകളാണ് അത് മുഴുവൻ പറയുന്നത്. ഇതും മഹാഭാരതത്തിൽ തന്നെ ഉള്ളതാണ്. അനാഥരാകുന്ന കുഞ്ഞുങ്ങൾ, പുഴകൾ, ബാരനായി പോയിട്ടുള്ള, കാരണം ഈ യുദ്ധം നടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള അസ്ത്രങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പം, ഓഫ് കോഴ്സ് ഇത് മിത്തോളജിയാണ്, ചരിത്രമല്ല എന്ന് ഓർക്കണം. ഇത് വീണ്ടും ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടി വരും നമുക്ക്. പക്ഷെ ആ കഥയിൽ തന്നെ പറയുന്ന, ആ മിത്തിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ഭൂമി ബാരനായി പോവുകയാണ്. അതായത് അവിടെ പിന്നെ കൃഷിക്ക് സാധ്യമില്ലാത്ത രീതിയിൽ ഭൂമി ബാരനായി പോവുകയാണ്. അപ്പം ആൾക്കാർ പട്ടിണിയിലാകുകയാണ്. ഇതെല്ലാം ഈ യുദ്ധം കഴിഞ്ഞെന്ത് സംഭവിക്കുമെന്നുള്ളതും വളരെ ഡീറ്റെയിൽഡായിട്ട് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സ്ത്രീപർവ്വമോ ശാന്തിപർവ്വമോ എടുത്ത് വായിച്ചു നോക്കി. ഇപ്പോൾ ശാന്തിപർവ്വതത്തിൽ യുധിഷ്ഠിരനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യുധിഷ്ഠിരൻ്റെ വലിയ സങ്കടം നമുക്ക് കാണാം. കാരണം സ്വന്തം കിന്നിനെ, സ്വന്തം അനിയന്മാരെ, സ്വന്തം കസിൻസിനെ നഷ്ടമായ ഒരു യുധിഷ്ഠിരനെ കാണാം. അപ്പോൾ ഈ യുദ്ധം വേണമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു യുധിഷ്ഠിരനെ നമുക്ക് കാണാൻ പറ്റും. ആ യുദ്ധത്തിൻ്റെ ഒരു നിരർത്ഥകതയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു യുധിഷ്ഠിരനെ നമുക്ക് കാണാൻ പറ്റും. എല്ലാം നേടിയിട്ടും ഒന്നും നേടാത്തവനായി നിൽക്കുന്ന ഒരു യുധിഷ്ഠിരനെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുകയേയില്ല. ആ പർവ്വങ്ങൾ മഹാഭാരതത്തിൽ ഇല്ലാതിരുന്ന പോലെയാണ് നമ്മൾ പലപ്പോഴും റിയാക്ട് ചെയ്യുന്നത്. സോ മേ ബി ഈ മഹാഭാരതം എഴുതുന്ന സമയത്ത് വ്യാസന്റെ മനസ്സിൽ യുദ്ധങ്ങൾ എങ്ങനെയാണ് നിരർത്ഥകമാകുന്നത്
എന്നുള്ളൊരു ചിന്തയും ഉണ്ടായിരിക്കും. അതും കൂടെ ആൾക്കാരുടെ മുമ്പിൽ വെക്കാനായിരിക്കും. പക്ഷെ നമ്മൾ ആ സൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ എംഫസിസ് കൊടുക്കുന്നത് എവിടെയാണ്? ഈ യുദ്ധത്തിലെ മുഴുവൻ ഹിംസയെക്കുറിച്ച് മാത്രമാണ്. ആര് ജയിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആരെ കൊന്നു എന്നുള്ളതിന് മാത്രം സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന രീതിയിലാണ് അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ ഇൻറ്റർപ്രറ്റഡ് ആകുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ പല പല കഥകൾ നമ്മൾ നമ്മുടെ മൈഥോളജിയിൽ നിന്ന് എടുത്തു നോക്കിയാലും നോൺ വയലൻ്റ് ആയിട്ടുള്ള ജാതക കഥകൾ നമുക്കുണ്ട്. ഇപ്പം ബുദ്ധൻ്റെ ബോധിസത്വനായിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ജന്മമെടുത്ത ഒരുപാട് കഥകൾ, അതിലൂടെ എല്ലാം തന്നെ നോൺ വയലൻസിനെ കുറിച്ച് പറയുന്ന, ധർമ്മത്തിനെ കുറിച്ച് പറയുന്ന, എത്തിക്കലായിട്ടുള്ള ധാർമ്മികമായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ചുള്ള, സഹജീവികളോടുള്ള സ്നേഹത്തിനെ കുറിച്ചുള്ള, അനിമൽസിനോടുള്ള സ്നേഹത്തിനെ കുറിച്ച് വരെയുള്ള ജാതക കഥകൾ കാണും. പക്ഷെ ആ ജാതക കഥകൾക്ക് ഒരു വലിയ പ്രചരണം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത്രയും വർഷങ്ങൾ, ഈ വർഷങ്ങളല്ല കേട്ടോ, മിലീനിയം അതിജീവിച്ച് ഇന്നും ജാതക കഥകൾ നിൽക്കുന്നുണ്ട്. വിച്ച് ഓൾസോ ഷോസ് അതിൽ വിശ്വസിക്കുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യർ എപ്പോഴും ഇന്ത്യൻ മണ്ണിലുണ്ട് എന്നും കൂടെയാണത് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു ഹിംസാത്മകത ഡെമോക്രസിക്കെതിരാണ്. കാരണം ഹിംസാത്മകത എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് രാജഭരണത്തെയാണ്. ഒറ്റ ആളിലേക്ക് പവർ കൊണ്ടുവരാൻ വേണ്ടിയാണല്ലോ ഈ വാറുകൾ മുഴുവൻ നടക്കുന്നത്. അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ രാജാവ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വാറുകൾ മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിംസാത്മകത ആണ് ഇന്ത്യയുടെ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരു ആശയത്തിനെതിരെയും കൂടെയാണ് ഗാന്ധി ഫൈറ്റ് ചെയ്യുന്നത്. അല്ല, ഇന്ത്യയിൽ നോൺ വയലൻ്റ് ആയിട്ട്, റൈറ്റിയസ് ആയിട്ട്, ധാർമ്മികമായിട്ടൊരു പോരാട്ടം നടത്താൻ പറ്റും എന്ന് കാണിച്ചു കൊടുത്തതും ഗാന്ധിയാണ്. അപ്പോൾ അന്ന് കൊളോണിയൽ ചരിത്രകാരന്മാരുടെയും കൊളോണിയൽ മനുഷ്യരുടെയും ഒരു വലിയ വാദം എന്ന് പറയുന്നത്, ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഹൈലി റിലീജിയസ് ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒന്നിലും ഒരു ഇനിഷ്യേറ്റീവ് കാണിക്കാറില്ല. കാരണം അവർ വിശ്വസിക്കുന്നത് എല്ലാം ഫെയ്റ്റാണ്, ഇങ്ങനെ സംഭവിക്കുന്ന ദൈവവിധിയാണ്, അതുകൊണ്ട് ഒന്നിനെയും എതിർക്കാത്തില്ലാത്ത ആൾക്കാരാണ് എന്നുള്ളൊരു വാദമുണ്ട്. അപ്പോൾ അതിനെതിരെ ഇല്ല, ഇന്ത്യൻ മനുഷ്യർക്കൊരു ചലനാത്മകതയുണ്ട്, ഡൈനാമിസം ഉണ്ട് ഇന്ത്യയിൽ. ആ ഡൈനാമിസം പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹിംസാത്മകമായിട്ടുള്ളൊരു ഡൈനാമിസം അല്ല, നോൺ വയലൻ്റ് ആയിട്ടുള്ളൊരു ഡൈനാമിസമാണ്. നിങ്ങൾ എൻ്റെ ശത്രുവാണെങ്കിൽ നിങ്ങളിലും നന്മയുണ്ട്, നിങ്ങൾക്കും ഒരു മോറൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു മോറൽ കോൺഷ്യസ് ഉണ്ട്. ആ മോറൽ കോൺഷ്യസിനെ എനിക്ക് ഇവോക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് നിങ്ങളിലുള്ള ധാർമ്മികതയെ ഉണർത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഈ സത്യാഗ്രഹം പോലുള്ള ഫൈറ്റ് മുമ്പോട്ട് വെക്കുന്നത്. അതായത് എതിരെ നിൽക്കുന്ന എതിരാളിയിലും നന്മയുണ്ട് എന്ന് അംഗീകരിക്കുകയും അയാളിലും ഒരു ധാർമ്മികതയുണ്ടെന്ന് അംഗീകരിക്കുകയും അയാളിലെ ധാർമ്മികത പുറത്ത് കൊണ്ടുവരാൻ, അല്ലാതെ അയാളെ ഇല്ലാതാക്കാനോ അയാളെ അൻഹൈലൈറ്റ് ചെയ്ത് കളയാനോ ഉള്ള ടെൻഡൻസിയെക്കാളും ജസ്റ്റും ഡെമോക്രാറ്റിക്കുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഏർപ്പെടാനും കൂടിയാണെന്ന് പറയുന്നില്ല, നിരന്തരമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഗാന്ധിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു നമ്മൾ ഗാന്ധിയെ മറന്നു പോകുമ്പം, അങ്ങനെ ഒരിക്കലും മറന്നിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഒരു സെക്ഷനെങ്കിലും ഗാന്ധി വധത്തിൽ അഭിരമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗാന്ധിയെ കൊന്നത് കറക്റ്റായി എന്ന് വാദിക്കുമ്പോൾ, അത് പറയുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് എന്തോ പോലെ തോന്നും. ബട്ട് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഗാന്ധി വധിക്കപ്പെടേണ്ടിയിരുന്ന ആളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സത്യം എന്ന് പറഞ്ഞാൽ, ഗാന്ധി മുന്നോട്ട് വെച്ച അഹിംസയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് മെത്തഡോളജിയാണ് ഇന്ത്യയാക്കി മാറ്റിയത്. അല്ലെങ്കിൽ ഇത്രയും വലിയ മാസസ് ഇൻവോൾവ് ചെയ്തൊരു മൂവ്മെൻ്റ് ഒരിക്കലും സാധ്യമല്ലെന്ന് നമുക്ക് തന്നെ പറയാം. എപ്പോഴും ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഫ്രഞ്ച് വിപ്ലവത്തിലും റഷ്യൻ വിപ്ലവത്തിലൊക്കെ ഒരു സ്മോൾ സെക്ഷൻ ഓഫ് പീപ്പിൾ എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് ആണ് കാണുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഒരു വലിയ സെക്ഷൻ ഇൻവോൾവ് ആകുകയാണെങ്കിൽ തന്നെ അവർ വളരെ വയലൻ്റായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ വയലൻസ് എത്രയോ നാളുകൾ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ ഇതിനൊക്കെ വിപരീതമായി പല സെറ്റ് ഓഫ് ജനവിഭാഗങ്ങൾ ഒരുമിച്ച് വരികയും അവർ നോൺ വയലൻ്റ് ആയിട്ടൊരു ഫൈറ്റിൽ ഏർപ്പെടുകയും ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ഗാന്ധി മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ ഒരു ബലവും കൂടെയാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഇത് പലപ്പോഴും ഇന്ത്യയുടെ ഒരു സിവിലൈസേഷണൽ റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ബൗദ്ധ പാരമ്പര്യത്തിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കും കൂടിയാണ്. ആ ഒരു മടങ്ങിപ്പോക്ക്
ഇതിനെതിരെ നിൽക്കുന്ന ശക്തികളുണ്ട്. ഇല്ല, ഹിംസാത്മകമായിട്ട് തന്നെ നിൽക്കണം. Including the idea of toxic masculinity, where the idea of toxic masculinity is premised on the idea of physical might, of anger, of violence. അപ്പോൾ അതിന് വിപരീതമായിട്ട് ഉള്ളൊരു മാസ്കുലിനിറ്റി ഗാന്ധി പ്രകടിപ്പിക്കുന്നുണ്ട്. വേർ എന്താണ് ധാർമ്മികതയിൽ ബേസ് ചെയ്തിട്ടൊരു മാസ്കുലിനിറ്റി പറയുന്നുണ്ട്. സ്ത്രീകളെ ഒപ്പം ചേർത്ത് കൊണ്ടുള്ള ഒരു മാസ്കുലിനിറ്റി ഗാന്ധി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇതും വളരെ ആങ്കർ ഉണ്ടാക്കുന്നുണ്ട് മറ്റേ സൈഡിൽ നിന്ന്. അപ്പം മറ്റൊരു മോഡ് ഓഫ് പ്രൊട്ടസ്റ്റ്, മറ്റൊരു മോഡ് ഓഫ് സ്ട്രഗിൾ ലോകത്തിന് സംഭാവന ചെയ്ത ഒരാളും കൂടെ ആയിട്ടാണ് ജൂഡിത്ത് ബട്ട്ലർ പോലുള്ളവർ ഗാന്ധിയെ കാണുന്നത്. അപ്പം ഗാന്ധിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇന്ത്യയെ പറയാൻ പറ്റുമോ എന്നുള്ളത് ആസ് എ ഹിസ്റ്റോറിയൻ എനിക്ക് തോന്നുന്ന അസംഭവ്യം തന്നെയാണ്. അപ്പോൾ എല്ലാ ന്യൂനതകളോടും ചേർത്ത് വെച്ച് ഗാന്ധിയെ എംബ്രേസ് ചെയ്യുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നിശിതമായിട്ട് വിമർശിക്കുക. പക്ഷെ ദാറ്റ് ഡസൻ മീൻ നമ്മൾ ഗാന്ധിയെ തുച്ഛീകരിച്ച് കാണുന്നതിനോട് വളരെ വലിയ എതിർപ്പാണ്. കാരണം അങ്ങനെ തുച്ഛീകരിച്ച് കാണാൻ കഴിയുകയില്ലെന്ന് തന്നെയാണ് ചരിത്ര സത്യങ്ങളെ നമുക്ക് നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഗാന്ധി സ്വപ്നം കണ്ട ഒരു ഇന്ത്യയിൽ നമുക്ക് എന്തെങ്കിലും എത്താൻ പറ്റുമോ, എത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. ബട്ട് ഇൻ ദ മേക്കിംഗ് ഓഫ് ദ മോഡേൺ നേഷൻ ഗാന്ധി വഹിച്ച പങ്ക് ഒരിക്കലും നമുക്ക് ഡിനൈ ചെയ്യാൻ കഴിയില്ല.